ഇതിഹാസ നാടകീയ ആവിഷ്കാരം നരസിംഹാവതാരം. നമ്മുടെ സഹോദരനായ ഹിരണ്യാക്ഷനെ വധിച്ച വിഷ്ണുവിന്റെ നാമം നീ കൃതായുഗത്തിലെ ദൈവമായ നമ്മുടെ മുന്നിൽ ഉച്ചരിക്കുന്നു. ഓം നമോ നാരായണ. വിഷ്ണു പൂജ നിരോധിച്ച ഈ രാജ്യത്ത് നീ നാരായണ നാമം ജപിക്കുന്നു. നിന്റെ മരണം എന്റെ ഈ കരങ്ങളാൽ വേണ്ട എന്ന് കരുതി മാത്രമാണ് നിന്നെ നാം ഗർത്തത്തിൽ എറിയുകയും വിഷനാഗങ്ങൾക്ക് ഭുജിക്കുവാൻ നൽകുകയും ചെയ്തു. എന്റെ ഈ കരങ്ങളാൽ തന്നെ നീ മരണം ഇരന്നു വാങ്ങരുത്. പിതാവേ, അങ്ങ് ചെയ്യുന്ന പാപക്കറകൾ അങ്ങയുടെ സർവനാശം വരുത്തിവെക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നാരായണനെ ഭജിക്കുന്നത്. ശ്രീമദ് നാരായണ നാമം കേൾക്കുന്നത് തന്നെ പുണ്യമാണ്. പുണ്യമോ? നമുക്കോ? നമ്മുടെ സഹോദരന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുക മാത്രമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അവതാരപ്പിറവികളിലൂടെ മായാജാലം തീർക്കുന്ന ആ നാരായണനെ എന്റെ കരങ്ങളാൽ നാം നിഗ്രഹിക്കും. 3 ലോകങ്ങളും കീഴടക്കി ദൈവമായി മാറിയ നമ്മെ ഭജിക്കാതെ നമ്മുടെ ശത്രുവായ നാരായണനെ ഭജിച്ച് വീണ്ടും നമ്മുടെ ക്രോധത്തിന് പാത്രമാവരുത്. ഓം നമോ നാരായണായ. ഓം നമോ നാരായണ. പിതാവേ, നീ നമ്മുടെ പുത്രനല്ല. ആയിരുന്നുവെങ്കിൽ നീ നമ്മെ മാത്രം ഭജിക്കുമായിരുന്നു. നമ്മുടെ ഈ ഗത കണ്ടുവോ? നീ പരമേശ്വരന്റെ വരമാണ്. നിന്റെ മരണം ഈ ഗതയാൽ തന്നെ. പിതാവേ, ജനനവും മരണവും നമ്മുടെ കൈകളിലല്ല. മഹാവിഷ്ണുവിന്റെ ഇച്ഛയ്ക്കെതിരായി ഒരു കണിക പോലും ചലിക്കുകയില്ല. അങ്ങും ഞാനുമെല്ലാം ആ വിഷ്ണു ചൈതന്യത്തിന്റെ ഒരു അംശം മാത്രം. ഓ, അങ്ങനെയോ? ഞാൻ നിന്നെ കൊന്നാൽ നിന്റെ ഹരി നിന്നെ രക്ഷിക്കുമോ? അതേ പിതാവേ, താങ്കൾ എന്നെ വധിക്കുവാൻ ശ്രമിച്ചപ്പോഴെല്ലാം എന്നെ രക്ഷിച്ചത് എന്റെ ഹരി തന്നെയാണ്. തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും എന്റെ ഹരി എന്നോട് കൂടെയുണ്ട്. അങ്ങനെയോ? ഈ തൂണിൽ നിന്റെ ഹരിയുണ്ടോ? 3 ലോകങ്ങളിലും നാം തേടി നടന്നിട്ടും കണ്ടുകിട്ടാത്ത ആ മായാവി ഈ തൂണിലുണ്ടെങ്കിൽ നമ്മുടെ കരങ്ങളാൽ നാം ഈ നിമിഷം അവനെ നിഗ്രഹിക്കുവാൻ പോകുന്നു.
മൺറോത്തൊരു കൈ.